ഇനിയെങ്കിലും വൈദേഹി നിരപരാധിയാണെന്ന് വിശ്വസിക്കേ. പിന്നെ ആ മാല എവിടെ പോയതാ ഗുരുക്കളെ? അവളല്ലെങ്കിൽ പിന്നെ ആരാ എടുത്തത്? ആ മാല പിന്നെ എവിടെ പോയി? ഇനി എന്താപത്താ ഉണ്ടാകാന്ന് പേടിയാകുക. പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആ മാല എവിടേക്കും പോയിട്ടില്ല, ഈ വീട്ടിൽ തന്നെയുണ്ട്. ഇയാള് സത്യം വിളിച്ചു പറയൂ. അങ്ങനെ പറഞ്ഞാ ഇവരെല്ലാരും കൂടി തപ്പും. അപ്പൊ അത് എന്റെ അടുത്തുണ്ടാവരുത്. ഗുരുക്കൾ എന്റെ പേര് പറഞ്ഞാലും മാല കിട്ടാൻ പോകുന്നത് വൈദേഹിയുടെ മുറിയുന്ന. തെറ്റുപറ്റിയതാണെന്ന് ഗുരുക്കളും കരുതിക്കോളും. കുറ്റം നേരെ വൈദേഹിയുടെ തലയിലും ചെന്ന് വീഴും. പറയൂ ഗുരുക്കളെ, ആരാ അതെടുത്തത്? ഇപ്പോഴത് എവിടെയാണ്? ആവശ്യപ്പെടേണ്ട ദശരഥരാമോർമ്മേ, അത് മംഗളഗൗരി മാലയാണ്. അത് അവകാശപ്പെട്ട വ്യക്തിയുടെ അടുത്ത് ഇപ്പോൾ ചെന്ന് ചേർന്നിട്ടുണ്ടാകും. യോഗ്യതയില്ലാത്തവർ എത്ര ആഗ്രഹിച്ചാലും അത് അവരുടെ കയ്യിൽ നിൽക്കില്ല. ആ മാല എടുത്ത് വെക്കേണ്ടടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പൊ വൈദേഹിയുടെ മുറിയിലാണോ? രാജഗുരു പറഞ്ഞത് അത് അവകാശപ്പെട്ട വ്യക്തിയുടെ അടുത്ത് തന്നെ ചെന്ന് ചേർന്നു എന്നാ. അപ്പൊ വൈദേഹി മരുമോളായതുകൊണ്ട് വൈദേഹിയുടെ അടുത്തുണ്ടാവുന്നല്ലേ അർത്ഥം? അതല്ലേ നീ ഒപ്പിച്ചേ? എന്തോ ഒന്ന്. തൽക്കാലം ഞാൻ പിടിക്കപ്പെടാതിരുന്നാ മതി. നീ വാ തുറക്കരുത്. അവകാശപ്പെട്ട വ്യക്തിയുടെ അടുത്ത് അത് ചെന്ന് ചേർന്നല്ലേ ഗുരുക്കള് പറഞ്ഞേ. പക്ഷെ അത് എവിടാന്ന് അറിഞ്ഞില്ലെങ്കിൽ നടക്കാൻ പോകുന്ന വിപത്തിനെ കുറിച്ചായിരിക്കും ഞങ്ങൾക്ക് പേടി. ഭയപ്പെടേണ്ട കാര്യമില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് ചേരേണ്ട കൈകളിൽ തന്നെ ചെന്ന് ചേർന്നിരിക്കുന്നു. അതെവിടെയുണ്ടെന്ന് എല്ലാവരെയും ചെന്ന് അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അതിനാൽ ഒരനിഷ്ടവും ഉണ്ടാകില്ല. എന്റെ വാക്കുകൾ വിശ്വസിച്ച് ആ മാലയെക്കുറിച്ച് മറന്നേക്കുക. അങ്ങനെയാവട്ടെ ഗുരുക്കളെ. അങ്ങ് ഇത്രയും വിശ്വാസത്തോടെ പറയുമ്പോ ഇനി അതിനെക്കുറിച്ച് ഞങ്ങൾ എന്തിനു ചിന്തിക്കണം? സമയത്തിന് വന്ന് വളരെ വലിയൊരു ഭയത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു. ഞാനിങ്ങോട്ട് വന്നത് ഈ മാലയുടെ കാര്യത്തിന് വേണ്ടി ആയിരുന്നില്ല വർമ്മേ. എന്റെ കാരണം വേറെയാ. അതെന്താണ് ഗുരുക്കളെ? മംഗളഗൗരി മാല ഒരു രാത്രി കാണാതായപ്പോഴേക്കും ഇത്രയേറെ ഭയന്നില്ലേ വർമ്മേ? എന്നിട്ട് 6 പരമ്പരകളായി ആ പാർവതി പരമേശ്വരന്റെ ആഭരണങ്ങൾ നിലമാളികയിൽ നിക്ഷിപ്തമായിരിക്കുകയാണല്ലോ. എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് വർമ്മേ? ചിന്തിക്കാതെ ഒന്നും അല്ല ഗുരുക്കളെ. പക്ഷേ ആ മഹാദേവന്റെ അനുഗ്രഹം ഇല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ മഹാദേവൻ എപ്പോഴാ അനുഗ്രഹിക്കാന്നും അറിയില്ല. അതിനുള്ള സമയം ആഗതമായിരിക്കുകയാണ് വർമ്മേ. 21 വർഷങ്ങൾക്ക് ശേഷം മഹാദേവനെ പ്രസാദിപ്പിക്കാനാവുന്ന വിശിഷ്ടമായ മകരസംക്രമണം നാളെയാണ് ഉണ്ടാകുന്നത്.
നിന്റെ തലമുറയിൽ സംഭവിക്കാത്തത് നിന്റെ മക്കളുടെ തലമുറയിലെങ്കിലും സാധ്യമായാൽ നിലമാളിക തുറന്നുകൊണ്ട് നിന്റെ കുടുംബത്തിന്റെ ശാപമുക്തി പ്രാപ്തമാക്കാനാകും. എങ്കിൽ നിന്റെ വംശം വർദ്ധിക്കും. അല്ലെങ്കിൽ ഈ പരമ്പരയോടുകൂടി അത് അസ്തമിക്കും. അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇല്ല ഗുരുക്കളെ, ഞങ്ങളുടെ വംശം ഇതോടെ നശിച്ചു പോകരുത്. ഇനിയും ഒരുപാട് തലമുറകൾ യശസ്സോടെ വളർന്നു പന്തലിക്കണം. അതിനൊരു വഴി പറഞ്ഞു തരൂ ഗുരുക്കളെ. ഞാൻ പറഞ്ഞില്ലേ, ആകെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ മഹാദേവനെ പ്രസാദിപ്പിക്കണം. അദ്ദേഹത്തിനല്ലാതെ നിങ്ങളുടെ വംശത്തിന് ശാപവിമോചനം മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. വരാനിരിക്കുന്ന വിനാശങ്ങളെ തടയാനും സാധിക്കില്ല. വൃക്ഷത്തിന്റെ ഓരോ ശാഖകളായി അടർന്നു വീഴും പോലെ ഓരോരുത്തരായി അടർന്നു പോയിക്കൊണ്ട് നിന്റെ വംശം അസ്തമിക്കും വർമ്മേ. ആക്ച്വലി ഈ ശാപം എന്താണ്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇത് നിങ്ങളാരും ചെയ്ത തെറ്റല്ല. എന്തോ 6 തലമുറകൾക്ക് മുൻപ് നടന്നൊരു തെറ്റാണ്. അത് നീങ്ങിപ്പോകുന്നത് വരെ എത്ര തലമുറകളായാലും ഈ ശാപം വേട്ടയാടിക്കൊണ്ടിരിക്കും ദേവ. ഇത്രയും കാലം ഓരോ തലമുറയും ശാപവിമുക്തിക്കായി പ്രയത്നിച്ചിരുന്നു. പക്ഷെ ആർക്കും ഫലം കിട്ടിയില്ല. നിന്റെ അച്ഛന്റെ തലമുറയ്ക്കും സാധ്യമാകാത്തത് ഇപ്പോൾ നിന്റെ മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ്. നിനക്കും അതിന് സാധിക്കാതായാൽ ഇനി ഇതിനു വേണ്ടി പ്രയത്നിക്കാൻ മറ്റൊരു തലമുറ ഉണ്ടായിരിക്കില്ല. ഇതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ വന്നത്. പവിത്രമായ മനസ്സോടുകൂടി കുടുംബത്തിലെല്ലാവരും ചേർന്ന് നാളെ മഹാദേവ സന്നിധിയിലെത്തുക. ഉറപ്പായും വന്നോളാം ഗുരുക്കളെ. ഇത്തവണയെങ്കിലും പരിഹാരം കിട്ടുമോ? അതോ ഇനിയും വേദനയായിരിക്കോ? അതെന്റെ കൈകളിലോ നിങ്ങളുടെ കൈകളിലോ അല്ല, നിങ്ങളുടെ കൊച്ചുമക്കളുടെ കൈകളിലാണ്. നല്ലത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നാളെ ക്ഷേത്രത്തിൽ നിനക്കായി ഞാൻ കാത്തിരിക്കും വർമ്മേ. ആയിക്കോട്ടെ ഗുരുക്കളെ. ശുഭം ഭൂയാത്. എന്താ ഉറുമിള ഇതൊക്കെ? വൈശാലിയെ നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ലേ? എന്തുകൊണ്ട് പറ്റില്ല? നിന്റെ വാ കൊണ്ട് തന്നെ നീ ഇങ്ങനൊന്നും പറയരുത്. അവൾ ഈ വീട്ടിൽ ഉണ്ടാവില്ല. നീ ഈ വീട്ടിലെ മരുമോളാവുകയും ചെയ്യും. ഇത് മാത്രം കൺഫേം ആണ്. എന്റെ വിശ്വാസം തകർന്നുകൊണ്ടിരിക്കും ഉറുമിളെ. പുറത്തേക്ക് പറഞ്ഞയക്കാൻ നോക്കുന്ന ഓരോ തവണയും ഭിത്തിയിലേക്ക് എറിഞ്ഞ പന്ത് പോലെ ഡബിൾ സ്പീഡിലല്ലേ അവള് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നേ. ഒടുവില് ആ മാല മോഷ്ടിച്ചെന്ന കുറ്റം ചാർത്താൻ നോക്കിയെങ്കിലും അവളെ ഇവിടുന്ന് ഓടിക്കാനായിട്ട് അത്ര കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് പോലും അവസാനം അത് പൊളിഞ്ഞു പോയില്ലേ. എല്ലാരും വിശ്വസിച്ച് പോലീസ് വരെ എത്തിയതാ. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ദേവൻ കേറി വന്ന് എല്ലാം കൊളവാക്കി. അതിന് കൂട്ട് രാജഗുരുക്കളും. അവള് നിരപരാധിയാണെന്നല്ലേ പറഞ്ഞേ? എന്ത് ചെയ്യാൻ പറ്റും? കൃത്യം ആ സമയത്ത് അയാള് കേറി വന്നത് നമ്മുടെ ബാഡ് ലക്ക്. അല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് വൈശാലി ജയിലിൽ കിടന്നേനെ. എത്ര ചോദിച്ചാലും മാല തിരിച്ചു തരാനാവാതെ ഇപ്പോഴും അവള് വീടിന് പുറത്തു നിന്നേനെ. അയാള് നിരപരാധിയാണെന്ന് പറഞ്ഞ അങ്ങ് വിശ്വസിച്ചേക്കുക? വിശ്വസിക്കും. രാജഗുരുക്കളുടെ വാക്കുകൾ എന്നാൽ ഈ കുടുംബത്തിന് വേദവാക്കാണ്. അതിനെ മറികടക്കാൻ ആർക്കുമാവില്ല. ഇപ്പൊ അവള് നിരപരാധിയാണെന്ന് പറഞ്ഞു. സത്യത്തിൽ അവള് നിരപരാധിയല്ലേ? അയാൾ എന്തു പറഞ്ഞാലും അത് അതേപടി നടക്കും. എന്നിട്ട് ഇതേ ഗുരുക്കള് തന്നെയല്ലേ എന്റെയും ദേവന്റെയും കല്യാണം എന്തായാലും നടക്കുമെന്ന് പറഞ്ഞതും? എന്നിട്ട് അത് നടന്നോ? ഉറപ്പായിട്ടും നടന്നിരിക്കും. ഗുരുക്കളുടെ വാക്കുകളോടുള്ള വിശ്വാസം കൊണ്ടാണ്
എത്രയെത്ര തടസ്സങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ കല്യാണം നടക്കുമെന്ന് ദേവന്റെ അച്ഛൻ നിനക്ക് വാക്ക് തന്നത്. ഗുരുക്കള് പറഞ്ഞത് ഉറപ്പായും നടക്കും. അതുപോലെ അച്ഛൻ തന്ന വാക്കും നിറവേറും. അതുറപ്പാ. അതുകൊണ്ട് നിങ്ങളുടെ കല്യാണവും തീർച്ചയായും നടക്കും. വാക്ക് തന്നതുകൊണ്ട് മാത്രം എല്ലാം നടന്ന പോലെ ആവില്ല. അതിന് നമ്മളും കൂടെ പരിശ്രമിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തി ആ വാക്ക് നിറവേറ്റാൻ വേണ്ടി നമ്മളാ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണല്ലോ ആ വൈശാലിയെ ഈ വീട്ടിൽ നിന്ന് പമ്പ കടത്താൻ നമ്മളിങ്ങനെ ശ്രമിക്കുന്നത്. അതൊക്കെ ഇപ്പൊ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഊർമിള. തൽക്കാലം നാളെ അവൾ അമ്പലത്തിലേക്ക് വരാതിരുന്നാ മതിയാവും. എന്തോ ശാപവിമോചനാണെന്നും ദേവനെ കൊണ്ട് പൂജ ചെയ്യിക്കണമെന്നും അങ്ങനെ എന്തൊക്കെയോ അവര് തീരുമാനിച്ചിട്ടുണ്ട്. ദേവന്റെ അരികിലിരുന്ന് ഞാൻ വേണം ആ പൂജ ചെയ്യാൻ. ഈ വൈശാലി അങ്ങോട്ടേക്ക് വന്നാ ദേവന്റെ മനസ്സ് മാറും. എന്നെ അവിടെ ഇരുത്തിയില്ല. അവള് വരാതെ നോക്കണം. അല്ലെങ്കിൽ അവളെന്തിനു വരണം? അവള് വൈദേഹിയൊന്നുമല്ലല്ലോ ദേവനോടൊപ്പം അങ്ങോട്ട് വരാനായിട്ട്. അല്ലെങ്കിലും വീട്ടിലാരും അവളെ വിളിക്കില്ല. ആര് വിളിച്ചിട്ട് അവള് വീട്ടിൽ തന്നെ ഇങ്ങനെ തപസരിക്കുന്നേ? കഴിഞ്ഞ വട്ടം അമ്പലത്തിൽ വരികയും ചെയ്തതാ. ദേവൻ എവിടെയുണ്ടെങ്കിലും അവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടി അവളൊരു വഴി കണ്ടെത്തിയിരിക്കും. ഈ തവണ അത് നടക്കരുത്. നിന്റെ പേടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് നടപ്പിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ശാന്തി ചെറിയമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണല്ലോ വൈശാലിയെ എല്ലാവരും ഇവിടെ നിർത്തിയിരിക്കുന്നെ. ചെറിയമ്മയെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവള് വരില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നീ നാളെ അമ്പലത്തിൽ വരണം വൈദേഹി. വരണം ദേവേട്ടാ. പക്ഷെ ഇവിടെയുള്ളവർ വരാൻ അനുവദിക്കണ്ടേ? DNA റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ വൈശാലിയാണെന്നല്ലേ പറയുന്നേ. ദേവേട്ടന്റെ ആരാധ്യയുടെയും കല്യാണം നടക്കുന്ന രാജഗുരുക്കളും പറഞ്ഞത്. വീട്ടുകാരുടെ ചിന്തയെല്ലാം നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന് മാത്രമാ ദേവേട്ടാ. ദേവേട്ടന്റെ നിഴലിൽ തൊടാൻ പോലും എനിക്കാവില്ല. ഓരോരുത്തരുടെയും പ്രവൃത്തികൾ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചായിരിക്കും. ആ വിശ്വാസം അങ്ങ് മാറിക്കഴിഞ്ഞാൽ പ്രവൃത്തികളും തന്നെ മാറിക്കോളും. നാളെ ഈ വീട്ടിലുള്ളവരുടെ പെരുമാറ്റം പൂർണ്ണമായും മാറുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കും. എന്താ ദേവേട്ടാ അത്? അമ്പലത്തിൽ പൂജ നടക്കണമെങ്കിൽ അവിടെ ദമ്പതിമാർ ഒരുമിച്ചാണ് ഇരിക്കേണ്ടത്. അത് ദമ്പതികൾക്ക് മാത്രമേ ചെയ്യാനാകൂ. നീ എന്നോടൊപ്പം ഇരുന്നുകൊണ്ട് ആ പൂജ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആ DNA റിപ്പോർട്ടോ ഗുരുക്കൾ പറഞ്ഞ വാക്കുകളോ ഒന്നും നിലനിൽക്കില്ല. പിന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും നീ തന്നെയാണ് എന്റെ വൈദേഹിയെന്നും എന്റെ ഭാര്യ എന്നും എല്ലാവരും സമ്മതിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ എനിക്ക് ആദ്യം അമ്പലം വരെ ഒന്ന് എത്താൻ പറ്റണ്ടേ? വന്നാലും ദേവേട്ടന്റെ അരികെ പൂജയ്ക്ക് ഇരിക്കാൻ പറ്റണ്ടേ? ദൈവത്തിൽ നിനക്ക് നല്ല വിശ്വാസമില്ലേ? പിന്നെ നമ്മുടെ ബന്ധത്തിലും വിശ്വാസമില്ലേ? ഉണ്ട് ദേവേട്ടാ. അതാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കിടയിലെല്ലാം നമ്മളെ രക്ഷിക്കുന്നത്, ഒന്നിച്ചു നിർത്തുന്നത്. പക്ഷേ അമ്പലത്തിൽ എത്തുന്നത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മയുടെ കാര്യം നോക്കണമെന്നും പറഞ്ഞ് എന്നോട് ഇവിടെ തന്നെ നിൽക്കാൻ പറയും. വീടിന്റെ പടി കടക്കാൻ അനുവദിക്കില്ല. പിന്നെ എങ്ങനെയാ ഞാൻ അവിടെ എത്തു ദേവേട്ടാ? വീട്ടുകാരുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അമ്മായിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല ദേവേട്ടാ. മരുന്ന് കൊടുത്താ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോളും. എന്നാ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഇനി ആരെന്തൊക്കെ തടസ്സങ്ങൾ പറഞ്ഞാലും എങ്ങനെയെങ്കിലും ഞാൻ നിന്നെ അമ്പലത്തിൽ എത്തിച്ചിരിക്കും. ദാസ, ഗുരുക്കള് പറഞ്ഞതൊക്കെ കേൾക്കുമ്പോ എനിക്ക് പേടിയാകാം മോനെ. ഈ തലമുറയിലെങ്കിലും ശാപമുക്തി കിട്ടുമോ എന്തോ. കിട്ടിയേ മതിയാകും അമ്മേ. അല്ലെങ്കിൽ പിന്നെ നടക്കാനിരിക്കുന്ന വിപത്തുകൾ വളരെ വലുതായിരിക്കും. ഏത് ഉപദ്രവം എവിടെ നിന്ന് വരുമെന്ന് പറയാൻ പറ്റില്ല. രാജാ, രാജാ, എനിക്ക് അഭയം തരണേ രാജൻ. രാജാ. കൗസല്യേ, ആരോ ധർമ്മം ചോദിച്ചു വന്നതാണെന്ന് തോന്നുന്നു. ദാ ഇതങ്ങ് കൊടുത്ത് പറഞ്ഞേക്ക്. ബാലാമണി, ബാലാമണി. ആ, എന്താ ചേച്ചി? ആരോ ധർമ്മം ചോദിച്ചു വന്നിട്ടുണ്ട്. നീ കാശ് കൊടുത്ത് പറഞ്ഞേക്ക്.
വിശക്കാണെന്ന് പറയുകയാണെങ്കിൽ ഭക്ഷണവും കൊടുത്തേക്ക്. ശരി ചേച്ചി. രാജാ, മഹാത്മാവേ രാജൻ. എന്നാ പിടിക്ക്, ഈ കാശ് കൊണ്ടുപോക്കോ. ഭക്ഷണം എന്തെങ്കിലും വേണമെന്നുണ്ടോ? ഞാൻ ധർമ്മം ചോദിച്ചു വന്നതല്ല മോളെ. ഒരു തവണ എന്റെ രാജാവിനെ മുഖം കാണിക്കാൻ വന്നതാ. അഭയം തരണേന്ന് അപേക്ഷിക്കാൻ വേണ്ടി വന്നതാ. അതെയോ? ഇപ്പൊ വിളിക്കാം. ചേച്ചി, അത് ധർമ്മക്കാരി അല്ലത്രേ. അവർക്ക് രാജാവിനെ കാണണമെന്നാ പറയുന്നത്. രാജാവിനെ കാണണമെന്നോ? ഈ സ്ത്രീ ആരായിരിക്കും? ഏതായാലും നടക്കും. എന്റെ രാജാവേ, ആരാണ് നിങ്ങൾ? ഞാൻ ഇവിടെയൊക്കെ തന്നെ വളർന്ന ആളാ. ഇപ്പൊ ആരോരും ഇല്ലാത്ത അനാഥയായിരിക്കുക. ആരാണ് നിങ്ങള്? എവിടെ? നിങ്ങളുടെ മുഖം ഒന്ന് കാണട്ടെ. ഭർത്താവ് മരിച്ചൊരു ബ്രാഹ്മണ സ്ത്രീയാ. മുഖം കാണിക്കാനാവില്ല. അപശകുനവാ. വേണ്ട മോളെ. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ കുടുംബത്തിൽ എല്ലാവരും അങ്ങയുടെ രാജ്യത്ത് ജോലി ചെയ്ത് ജീവിച്ചിരുന്നവരാ. ഇപ്പൊ രാജ്യവും നഷ്ടപ്പെട്ടു, എന്റെ കുടുംബവും എനിക്കില്ലാണ്ടായി രാജൻ. കൗസല്യേ, കുറച്ച് കൂടുതൽ കാശ് കൊടുത്ത് പറഞ്ഞയക്കേ. എനിക്ക് വേണ്ട, കാശ് വേണ്ട. ഈ പ്രായത്തില് കാശ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഈ ശ്വാസം നിലയ്ക്കുന്നത് വരെ അങ്ങയുടെ പരിസരത്ത് ഒരു അഭയം തന്നാ മതി. ഒരു പിടി അന്നം തന്നാ ഞാൻ ജീവിച്ചു പൊക്കോളാം. ഇവിടെയുള്ള ജോലികളും ചെയ്തോളാം. എന്നെങ്കിലും ഒരിക്കൽ അങ്ങയുടെ പാദത്തിങ്കൽ ജീവൻ വെടിഞ്ഞോളാം. ദാസ, ഇന്നത്തെ കാലത്തും കാശിന് യാതൊരു ആർത്തിയില്ലാതെ രാജാവിനെ പരിചരിക്കാൻ ആഗ്രഹിക്കുന്ന കാണുമ്പോ ആശ്ചര്യം തോന്നുക. പക്ഷെ ഈ പ്രായത്തില് നിങ്ങൾക്ക് ഇവിടെ എന്ത് ജോലി ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആവശ്യമുള്ള കാശ് തരാം, എന്നിട്ട് പൊക്കോളൂ. ഈ പ്രായത്തില് ഇവിടെ അല്ലെങ്കിൽ പിന്നെ വേറെ ആരാ ജോലി തരിക? തലമുറകളായി നിങ്ങളുടെ ആശ്രിതരായി ജീവിച്ചവരാ ഞങ്ങള്. ഞാനൊരു ഭാരമാകില്ല. കിടക്കാനുള്ള സ്ഥലം തന്നാ മതി. എന്നാലാവും വിധം പണികളൊക്കെ ചെയ്തോളാം. വിശേഷ ദിവസമായിട്ട് വീട്ടിൽ കയറി വന്ന് യാചിക്കുകയാണ്. ഇല്ലാന്ന് പറയരുത്. അതുകൊണ്ടല്ല പറയുന്നത്. കൗസല്യേ, അവര് നിന്നോട്ടെ. ബാലാമണി, ഇവരെ അകത്തേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. അവൾക്ക് കിടക്കാനുള്ള സ്ഥലവും കാണിച്ചു കൊടുക്ക്. ഭാരിച്ച പണികളൊന്നും ചെയ്യിക്കുകയും വേണ്ട. അവരെ കൊണ്ട് കഴിയുന്നൊക്കെ ചെയ്യട്ടെ. ആയിക്കോട്ടെ സാറേ. കേറി വാ. വാ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. രാജാവിനെ പരിചരിക്കാൻ വന്നതല്ല ദശരഥ രാമവർമ്മേ. ഈ വിഷം കൊണ്ട് നിന്റെ കുടുംബത്തിലെ സകലരെയും മേൽപോട്ട് അയക്കാൻ വന്നതാ ഞാൻ. കോടതിയിൽ ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് നല്ലവളായി മാറിയെന്നും നിന്നോടുള്ള പക മാറിയെന്നും കരുതി കാണുമല്ലേ? എന്റെ മോളെ എന്നിൽ നിന്നും അകറ്റി എന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത നിന്നെ ഞാൻ വെറുതെ വിടുവെന്ന് കരുതിയോ? പ്രതികാരദാഹിയായ വിഷപ്പാമ്പാണ് ഞാൻ. ഈ വീടിന്റെ പൊടി പോലും ഞാൻ വിട്ടുതരില്ല. എന്ത് ദേവേട്ട ചെയ്യുന്നേ?
ഒത്തിരി വിഷസ് വന്നിങ്ങനെ കിടക്കുക. അവർക്കൊക്കെ റിപ്ലൈ അയച്ചോണ്ടിരിക്കുക. ദേവേട്ടൻ കാണാൻ വേണ്ടിയില്ലേ ഞാനിങ്ങനെ ഭംഗിയായിട്ട് ഒരുങ്ങി വന്നെ. എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഫോൺ ഞൊണ്ടിക്കൊണ്ട് നിൽക്കുക. ഞാൻ ഈ വിഷസിനൊക്കെ ഒന്ന് മറുപടി അയക്കട്ടെ വൈദേഹി. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു അഹങ്കാരാണെന്ന് കരുതില്ലേ? എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി പറഞ്ഞിട്ട് പിന്നെ ഫോണിന്റെ കാര്യമൊക്കെ നോക്കിയാ പോരെ? നീ എങ്ങനെ ഒരുങ്ങിയാലും എനിക്ക് നിന്നെ വലിയ ഇഷ്ടം. നിന്റെ ഈ രൂപത്തെക്കാളും നിന്റെ മനസ്സിനെയാണ് ഞാൻ സ്നേഹിക്കുന്നേ. അതുകൊണ്ട് എന്നും നീ എനിക്ക് ചന്തമുള്ളോളാ. ഞാനൊരു ഉമ്മ കൊടുത്തൊന്നാലോ?